الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه ومن سلك مسلكه ودعا بدعوته إلى يوم الدين أما بعد فأوصيكم وإياي أولا بتقوى الله. സ്റ്റേജിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തികളെ, മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഖുർആൻ പഠിതാക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സാലിഹ അമലായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അപ്പോൾ അൽഹംദുലില്ലാഹ്, ഖുർആൻ പരിഭാഷകൾ അധുനാതന യുഗത്തിൽ അതിൻ്റെ പ്രസക്തി, അതിൻ്റെ പ്രായോഗികത, അതിൽ സ്വീകരിക്കേണ്ട രീതികൾ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഞാൻ പറയണമെന്നാണ് സൂചിപ്പിക്കപ്പെട്ടത്. ഒന്നാമത് ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അസ്തിത്വം, അതിന് കാലപ്പഴക്കം ഉണ്ടാവില്ല. കാലപ്പഴക്കം ഉണ്ടാവും, ഉണ്ടായാലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അവതരണത്തിൽ ഗ്രഹണ വിഷയത്തിലൊന്നും അത് യേശൂല, ബാധിക്കുകയില്ല. ആയാത്തുഹു കുല്ലമ താലൽ മദ ജുദുദുൻ യസീനുഹുന്ന ജമാലുൽ ഇത്ഖി വൽ ഖിദമി എന്നാണ് ഷായർ പറഞ്ഞിട്ടുള്ളത്. ആയാത്തുഹു, പെണ്ണുങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ടോ ഇവിടെ? എൻ്റെ വഴി തെറ്റി വരാം, അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. ആയാത്തുഹു കുല്ലമാ താലൽ മദ, കാലദൈർഘ്യം വന്നുകൊണ്ടേയിരിക്കുമ്പോഴും, ജുദൂദുൻ, ജദീദിൻ്റെ ജമാ ജുദൂദ്, ഖുർആനിൽ തന്നെ അതിന് സൂചന ഉണ്ട്. ലാ യതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ്. ശൈഥില്യം അതിന് ഏശുകയില്ല, ഏൽക്കുകയില്ല. ഒരു ഭാഗത്തുകൂടി ഭാഷാപരമായി, സാങ്കേതികമായി, പ്രായോഗികമായി, ശൈലീപരമായി, അവതരണ വിഷയങ്ങൾ സംബന്ധിച്ച് ഒന്നും വരില്ല. കാരണമാണ് പിന്നെ സൂചിപ്പിക്കുന്നത്. കാരണം എന്നവിടെ പറഞ്ഞിട്ടില്ല, കാരണം എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ആ സൂചന ഉള്ളത്. തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ്, യുക്തിമാനായ, സ്തുത്യർഹനായ, ശ്ലാഘനീയനായ ഒരു മഹച്ഛക്തിയിൽ നിന്നാണ് ഇതിൻ്റെ അവതരണം. അതാണ് എനിക്ക് കാരണം. ഹമീർ എന്ന് പറഞ്ഞാൽ എന്നും സ്തുതിക്കപ്പെട്ട അല്ലെങ്കിൽ ശ്ലാഘിക്കപ്പെടുന്ന ഒരാളാകണമെങ്കിൽ അയാളെന്നൊരു അയ്ബുണ്ടാകാൻ പാടില്ല. അയാളുടെ പ്രസ്താവങ്ങളിൽ ശൈഥില്യം ഉണ്ടാകാൻ പാടില്ല. പിന്നെ അതിനനുസരിച്ച് ഹിക്മത്തുള്ള ആളാകണം. അത് അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു ഹമീദാണ്. ഒരു കാലത്തും അള്ളാഹുവിനെ അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ അവഹേളിക്കാനോ അപഹസിക്കാനോ വഴി തെളിയില്ല, സംഭവിക്കുകയില്ല. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി പാടി. ആയാത്തു ഹഖ്ഖിൻ മിനർ റഹ്മാനി മുഹ്ദസത്തുൻ ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിദമി ലം തഖ്തരിൻ ബിസമാനിൻ വഹിയ തുഖ്ബിറുനാ അനിൽ മആദി വഅൻ ആദിൻ വഅൻ ഇറമി. പിന്നെന്താ, ഖുർആൻ മാത്രമേ ഹിഫ്ളാക്കുള്ളൂ. മമ്പുറത്തിങ്ങനെ വെറുതെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചെല്ലപ്പെടുകയാണ്. ആരാ ബാക്കി അടുത്ത് വരുന്ന
ഏതായാലും പിന്നെ 3-4 പേരുണ്ട്. ദാമത്ത് ലദൈന ഫഫാഖത്ത് കുല്ല മുഅ്ജിസത്തിൻ പിന്നെ മിനൻ നബിയീൻ. ദാമത്ത് ലദൈന 1500 കൊല്ലമായി ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്. ഫഫാഖത്ത് ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ഫാഖത്ത് കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബിയീൻ, എല്ലാ അംബിയാ മുർസലീങ്ങളെയും മുഅ്ജിസത്തിൻ്റെ മുന്നിലാണ് ഖുർആൻ. ഇത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ജാഅത്ത് അംബിയാ മുർസലീങ്ങളെ മുഅ്ജിസത്തുകൾ ഒരുപാട് വന്നു പോയിട്ടുണ്ട്, പക്ഷെ ഒന്നും കാണാനില്ല. അത്യപൂർവം ചിലതൊക്കെ മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. മൂസാ നബിയുടെ വടി മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്തംബൂളിലെ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടു. ഉദാഹരണം, ഇത് ജാഅത്ത് വലം തദുമി. പിന്നെ മുഹക്കമാത്ത്, ഖുർആനിലെ ആയത്തുകളൊക്കെ മുഹക്കമത്താണ്. ഇത് മൻസൂഖായി, ദുർബലമായി, അല്ലെങ്കിൽ ഇത് അപ്രായോഗികമായി, അകാലികമായി, പഴഞ്ചനായി പറയാൻ പറ്റില്ല, പറയപ്പെടുകയില്ല. ഫമാ യുബ്ഖീന മിൻ ശുബഹിൻ ലിദീ സിഖാഖിൻ വലാ യബ്ഗീന മിൻ ഹകമി മാ ഹുരിബത് ഖത്തു ഇല്ലാ ആദ മിൻ ഹറബിൻ അഅദൽ ആദി ഇലൈഹാ മുൽഖിയസ് സലമി. അപ്പം ഖുർആനെ വിമർശിക്കുന്ന ആളുകൾ അന്ധമായി പലതും പറയുന്നുണ്ടാകും. നിങ്ങൾ വായിക്കാറുണ്ടാകും, നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണാറുണ്ടാകും. അതൊക്കെ അന്ധമായ വിമർശനം, വസ്തുതാപരമല്ല, നിലനിൽക്കുന്നതല്ല. അപ്പോൾ അതാണ് ഖുർആൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം. അതാണ്. മാത്രമല്ല ഖുർആൻ വ്യാഖ്യാന പ്രക്രിയ ഖിയാമത്ത് നാൾ വരെ വന്നുകൊണ്ടിരിക്കും. ഇറങ്ങിയിട്ട് 1500 കൊല്ലമായി. അതിലാദ്യം ക്രോഡീകൃതമായ ഒരു വ്യാഖ്യാനമോ ഖുർആൻ്റെ വ്യാഖ്യാനം. തൻവീറുൽ മിഖ്ബാസ് മിൻ തഫ്സീർ ഇബ്നു അബ്ബാസ് എന്നാണ് എൻ്റെ പേര്. തൻവീറുൽ മിഖ്ബാസ് മിൻ തഫ്സീർ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. സമയം പോരാ പറയാനാണ്, അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കമാണ് പറഞ്ഞു വന്നത്. അന്നുള്ള ആ തഫ്സീർ ക്രോഡീകൃതമായിട്ടുണ്ടെങ്കിൽ പിന്നെ തഫ്സീറിൻ്റെ ആവശ്യമുണ്ടോ? ബിസ്മില്ലാ. പിന്നെ എത്രയോ തഫ്സീറുകൾ വന്നു, എത്രയോ വന്നുകൊണ്ടിരിക്കുന്നു. ലായസാൽ അറബിയിൽ മാത്രമല്ല, അള്ളാൻ്റെ ദുന്യാവിലുള്ള സംസാരിക്കപ്പെടുന്ന, പ്രയോഗിക്കപ്പെടുന്ന, ഉപയോഗത്തിലിരിക്കുന്ന എല്ലാ ഭാഷകളിലും ഖുർആൻ വ്യാഖ്യാനങ്ങൾ രചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 21-ാം നൂറ്റാണ്ട്, ആദ്യത്തെ കാൽ നൂറ്റാണ്ട് കഴിഞ്ഞു. അപ്പോൾ നിന്നോ? ഇല്ല. നിൽക്കുമോ? ഇല്ല. ഖിയാമത്ത് നാൾ വരുന്നത് വരെ ഉണ്ടാവും. അതിലൊക്കെ എന്താ ഉണ്ടാകുക? അതിൻ്റെ ഉള്ളടക്കം അതിന് മുമ്പ് വിരചിതമായതാണ് കോപ്പി അടിക്കലാണ്. അല്ല, പിന്നെ വാങ്ങാൻ ആളുണ്ടാവുമല്ലോ. ഒക്കെ പുതിയതാണ്. അതാണ് ആയാത്തുഹു കുല്ലമാ താലൽ മദാ ജുദുദുൻ യസീനുഹുന്ന ജമാലുൽ ഇത്ഖി വൽ ഖിദമി. പഴയതാണ്, പഴഞ്ചനാണ്, 1.5 സഹസ്രാബ്ദമായി എന്നുള്ളതൊന്നും അതിന് അയ്ബല്ല. എപ്പോഴും ഫ്രഷാണ്. അപ്പോൾ ഈ ഖുർആൻ വ്യാഖ്യാനിക്കുമ്പോഴൊക്കെ പുതിയ പുതിയ വിവരങ്ങൾ അതിലുണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അൻസൽനാ മിനസ്സമായി മാൻ തഹൂറ, അതിനർത്ഥം നമുക്ക് അറിയും. ആകാശത്ത് നിന്ന് മഴ വർഷിച്ചു എന്നാ. അങ്ങനെ അല്ല അതിൻ്റെ അർത്ഥം അഭിപ്രായമുള്ളവരൊന്നും കൈവന്തിക്കും. ആകാശത്ത് നിന്ന് മഴ വർഷിച്ചു, അങ്ങനെ അല്ല അതിൻ്റെ അർത്ഥമെന്ന അഭിപ്രായമുള്ളവർ കൈവന്തിക്കുക.
അങ്ങനെ തന്നെയാണ് അല്ലേ? അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട് തത്തുല്യമായ ആയത്തുകൾ. അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. നിങ്ങളെ മനസ്സിൽ എന്തൊക്കെയോ ഓടിപ്പോയി ഉണ്ടാവും ചിന്തകൾ. ആകാശത്തുനിന്ന് അല്ലാഹു തആല മഴ വർഷിക്കുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. മഴ വർഷിക്കുന്നത് അന്തരീക്ഷത്തു നിന്നാണ്, കാർമേഘങ്ങളിൽ നിന്നാണ്. ഖുർആനിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ കേട്ട വയല് പറഞ്ഞ ആൾ അത് ചിന്തിക്കുന്നുണ്ടാവില്ല. അത് ഖുർആനിൽ തന്നെ ഉണ്ട്. വിശദമായി പറയാൻ സമയമില്ല. ഇവിടെ വേദനാസ് എനിക്ക് മിനിറ്റ് ചുരുക്കിയിട്ടുണ്ട്, പരിമിതമാക്കിയിട്ടുണ്ട്. ഒരായത്ത് പറ. അല്ലാഹു തആല പറയുന്ന അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങളുടെ പാനജലങ്ങൾ കണ്ടിട്ടുണ്ടോ ചോദിച്ചാൽ ഈ കുപ്പിയിൽ ഇങ്ങനെ ഉണ്ടെന്നല്ല, കാണലല്ല. അതിനെപ്പറ്റി ചിന്തിക്കണം. ചിന്തിക്കാറുണ്ടോ നിങ്ങൾ? ഇല്ല. നിങ്ങളും ചിന്തിക്കാറില്ല, ആരും ചിന്തിക്കാറില്ല. അത് കുപ്പിവെള്ളം ഉണ്ടല്ലോ അവിടെ എന്ന് പറയും, ബസ് അവസാനിച്ചു. ഒന്നുകൂടിയാണ് ചിന്തിക്കുകയാണെങ്കിൽ ഒന്നുകിൽ മിനറൽ വാട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ കാലിക്കുപ്പിയിൽ ഇവിടുന്ന് നിറച്ചതായിരിക്കും. ബസ് അതല്ല. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. തൊട്ട് പിന്നിൽ പറയുന്ന അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, അതിനെ മേഘത്തിൽ നിന്ന് ആ ജലം വർഷിച്ചത് നാമാണോ അതോ നിങ്ങളാണോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. അപ്പോൾ കാർമേഘത്തു നിന്നാണെങ്കിൽ ആകാശത്ത് നിന്ന് ആയിക്കൂടെ എന്ന് ചോദിക്കണോ? ചിലപ്പോൾ ഉണ്ടാവും സുഫഹാ. കാർമേഘം ഇവിടെ അടുത്തപ്പോൾ അങ്ങനെ നോക്കിയാൽ കാണുന്നതാണ്. വല്യമ്മ പറയാം, മഴക്കാറുണ്ടല്ലോ, തെക്കോട്ടാണ് പോണ്, വടക്കോട്ടാണ് പോണ്. കാർമേഘങ്ങളുടെ സ്റ്റാറ്റസ്, അത് നിൽക്കുന്ന സ്ഥലം 950 ഫീറ്റ് ഏകദേശം. അതിന് മിനിമം ഉയരം. മറക്കണ്ട. അഥവാ 300 മീറ്റർ. 300 മീറ്ററാണ് കാർമേഘങ്ങളുടെ ഏറ്റവും താഴ്ന്ന ഉയരം. നമ്മളെ മേലെയുള്ള കാർമേഘം. അതിൻ്റെ മാക്സിമം ഉയരം 2000 മീറ്ററാണ്. അപ്പോൾ 2000 മീറ്റർ ഉയരത്തിൽ നിങ്ങൾ വിമാനത്തിൽ പറക്കുകയാണെങ്കിൽ മഴ ഉണ്ടാവില്ല. സംശയമുള്ളവരാണെങ്കിൽ വാപ്പ കാക്കയൊക്കെ ഉണ്ടാവില്ല. കുവൈത്തിൽ, ബഹ്റൈനിൽ, ഖത്തറിൽ, UAE, ഒമാനിലൊക്കെ ഉണ്ടാവും. വിമാനം ഈ ഒരു 3 മീറ്റർ ഉയരത്തിൽ എത്തിയാൽ, അല്ല 300 മീറ്റർ, പിന്നെ അവിടെ മഴ പെയ്യലുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. ഇല്ല. ആകെ ചുരുക്കം ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നില്ല. മാത്രമല്ല, ആകാശത്തു നിന്നാണ് മഴ പെയ്യിക്കുന്നതെങ്കിൽ അത് അല്ലാഹു തആലയുടെ സഫാത്തായിരിക്കും ചെയ്യുള്ളത്. കാരണം മഴ പെയ്യാനുള്ള നീരാവി കടലിൽ നിന്ന് പൊന്തി പോവാണ്. ആകാശത്തേക്ക് ഇവിടുന്ന് എത്ര മീറ്റർ ഉണ്ട്? 500 ആം കമാ ഫിൽ ഹദീസ്. ആധുനിക ശാസ്ത്രം ആകാശം അംഗീകരിക്കുന്നേ ഇല്ലല്ലോ, അതറിയോ? അതിങ്ങനെ പുകയാക്കി വിടല ശാസ്ത്രം. കാരണം ശാസ്ത്രത്തിന് അതിൻ്റെ ഒരു മേൽവിലാസം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇല്ല എന്നറിയാം. വസ്തുത അറിയാത്ത ഇല്ല എന്ന് പറയാൻ എളുപ്പമുണ്ട്. ദൈവം ഇല്ല എന്ന് പറയാൻ എളുപ്പമുണ്ട്. ഉണ്ട് എന്ന് പറയാൻ കുറച്ച് മെനക്കേടുണ്ടാവും.
പഠിച്ചുണ്ട് എന്ന് പറയാൻ കുറച്ച് മെനക്കേടുണ്ടാവും. അപ്പോൾ ശാസ്ത്രം ലളിതമാർഗം സ്വീകരിക്കണം. ആകാശം തന്നൊന്നുമില്ല, ഇല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ ഖുർആനിൽ നിരവധി തവണ, എത്ര തവണ പറഞ്ഞിട്ടുള്ളത് ഖുർആൻ സമാവാത്ത്. അപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നു എന്ന് പറയുന്നത് അബദ്ധമാണ്, തെറ്റാണ്, വസ്തുതകൾക്ക് എതിരാണ്. ആകാശത്ത് നിന്ന് മഴ പെയ്യണത് അള്ളാഹ് സബാത്ത് ചെയ്യുന്ന അള്ളാഹ്ക്ക് കഴിയും ആകാശത്ത് നിന്ന് പെയ്യിക്കാൻ. പക്ഷേ ഇവിടുന്ന് നീരാവി, കടലിലുള്ള നീരാവിയൊക്കെ അനന്തമായ വിദൂരതകളിലേക്ക് നീരാവി കൊണ്ടുപോകണം പഠിച്ചാൽ. നീരാവി അങ്ങനെ പോവില്ല, അതിശക്തമായ ചൂടാണ് മേലോട്ട് പോകുന്നത്. അപ്പോൾ ഈ പോണ നീരാവിയൊക്കെ വറ്റിപ്പോവും. അപ്പം അതിന് സുഗമമായ വഴി അള്ളാഹു ആവിഷ്കരിച്ചു. അതാണ് ഈ പറഞ്ഞ 950 അടി അല്ലെങ്കിൽ 300 മീറ്റർ ഉയരത്തിൽ ഈ കാർമേഘങ്ങൾ പ്രതിഷ്ഠിച്ചു. നേരത്തെ പറഞ്ഞ 2000 മീറ്റർ വരെ ഉയരത്തിൽ. അതിൽ നിന്നാണ് മഴ വർഷം. ഓരോ ഇവിടെ മഴക്കാർ കണ്ട അവിടെ മഴ ചെയ്തോണമെന്നില്ല. മഴ കാറ്റ് മുഖേന അപ്പുറത്തൊക്കെ നീങ്ങും. ചിലപ്പോൾ പഞ്ചായത്ത് മാറും, ഏറനഗർ പഞ്ചായത്തിൽ നിന്ന് വിടും, തെഞ്ഞിപ്പലം പഞ്ചായത്തിലെത്തും. ചിലപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ വിടും, രാമേട്ടൻ്റെ അപ്പുറം പോയി പെയ്യും, ജില്ല മാറി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആകാശത്ത് നിന്ന് മഴ വർഷിച്ചു എന്ന് പറയുന്നത് ശരിയല്ല, അന്തരീക്ഷത്തിൽ നിന്ന് മഴ വർഷിച്ചു എന്ന് പറയണം. പലരും വയത് പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പരിഭാഷ ചെയ്യുമ്പോഴൊക്കെ ആകാശമൊന്നും എഴുതിയിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. നിങ്ങളങ്ങനെ പറയരുത്. എൻ്റെ 20 മിനിറ്റ് അടുക്കാൻ പോകണം, അവിടെ ഞാൻ നിർത്തുക. ഇപ്പം ഖുർആൻ ഇങ്ങനെ ഓരോ കാര്യം വരുമ്പോഴും അത് വളരെ അവധാനതയോടുകൂടി ശ്രദ്ധിച്ച് മാത്രം പറയണം. ആ ഗണത്തിൽ ഇപ്പോൾ ഒന്നുകൂടി പറയാം, പറഞ്ഞൂടെ? ദന്നൂൻ ഇദ്ദഹബ മുഗാദിബൻ. ദന്നൂൻ എന്ന് പറഞ്ഞാൽ യൂനുസ് നബിയുടെ ഒരു മറുപേരാണ്. മത്സ്യത്തിൻ്റെ ആളെന്നാണ് ഇതിൻ്റെ അർത്ഥം. യൂനുസ് നബിയെ മത്സ്യം വിഴുങ്ങി. ഫൽതഖമഹുൽ ഹൂത്ത് വഹുവ മുലീം. യൂനുസ് നബിയെ മത്സ്യം വിഴുങ്ങി. ആണെന്നല്ലേ എൻ്റെ അർത്ഥം? ഫൽതഖമഹുൽ ഹൂത്ത് വഹുവ മുലീം. അങ്ങനെ എല്ലാ നൈപ്പറുകളിൽ കൈവന്തിക്ക്. എന്നാ അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. യൂനുസ് നബിയെ വിഴുങ്ങിയത് മത്സ്യമല്ല, തിമിംഗലമാണ്. ഹൂത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞ മത്സ്യം, നസിയാ ഹൂത്തഹുമാ എന്ന് പറഞ്ഞിടത്ത് അതാണ് അർത്ഥം. 2, 3 അർത്ഥമുള്ള ലഫ്ളുകളില്ലേ, നിങ്ങൾക്കറിയാലോ. ഓരോ സ്ഥലത്തും ഫിറ്റായത് പറയണം. കാല ഫിറഔൻ പറഞ്ഞു, എല്ലായിടത്തും പറയലേനെ. ഫിറഔൻ ചോദിച്ചാലും പറഞ്ഞു എന്നാണ് പറയുന്നത്. കാല ഫിറഔൻ ആമന്തും ബിഹി ഖബ്ല അൻ ആദന ലക്കും. അവിടെ ഫിറഔൻ പറഞ്ഞു എന്നല്ല, ചോദിച്ചു എന്ന് പറയണം. അല്ലെങ്കിൽ അതിനേക്കാൾ യുക്തമായ പദം പറയണം. അങ്ങനെ ഒരുപാട് പദങ്ങളുണ്ട്. അത് പരിസരബോധമില്ലാതെ അങ്ങോട്ട് പറയാൻ എന്തെങ്കിലും. കാല ഫിറഔൻ പറഞ്ഞു.
അപ്പോൾ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ വിഴുങ്ങിയത് തിമിംഗലമാണ്, മത്സ്യമല്ല. കാരണം തിമിംഗലം മത്സ്യവർഗമേ അല്ല. മത്സ്യങ്ങളൊന്നും സസ്തനിയല്ല. തിമിംഗലം സസ്തനിയാണ്. സസ്തനി പറഞ്ഞാൽ അറിയോ? അറിയില്ല. സസ്തനി പറഞ്ഞാൽ അറിയാം. അതായത് ഈ സന്തതികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് സ്തനം കൊടുക്കുന്ന ജാതി വർഗത്തിന് പിന്നെ ജീവികൾക്കാണ് സസ്തനി എന്ന് പറയുന്നത്. മത്സ്യങ്ങളൊന്നും സസ്തനിയല്ല. തിമിംഗലം സസ്തനിയാണ്. മറ്റൊന്ന്, മത്സ്യങ്ങൾ മുഴുവനും വെള്ളത്തിൽ വിലയം പ്രാപിച്ച വായുവാണ് ശ്വസിക്കുക. തിമിംഗലം അങ്ങനല്ല, പുറത്ത് വന്നിട്ട് ശുദ്ധവായു ശ്വസിക്കണം. വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ വന്നിട്ട് വെള്ളം ഒന്നായിട്ടാണ് ചീറ്റും അത് ഉച്ഛ്വസിക്കുമ്പോൾ. എന്നിട്ട് ഉപരിതലത്തിൽ നിന്ന് ശുദ്ധമായ വായു യഥേഷ്ടം ഉള്ളിലേക്ക് വലിച്ചെടുക്കും. പിന്നെയാണ് മൂപ്പര് മുങ്ങും. സാധാരണഗതിയിൽ 20 മിനിറ്റ് 25 മിനിറ്റ് കഴിയുമ്പോഴാണ് പിന്നെ വരേണ്ടത്. അപ്പോൾ ദൂരെ എവിടെയും പോകാമല്ലോ, ബസ് കത്തിക്കണ്ട, ഓട്ടോറിക്ഷ നോക്കണ്ട, നേരെ പൊന്തി വന്നാൽ മതി. മാത്രവുമല്ല, മനുഷ്യനെ വിഴുങ്ങാൻ പറ്റിയ പാകത്തിലുള്ള ഒരു മത്സ്യം ഇല്ല. എന്നാണ് ജന്തുശാസ്ത്രജ്ഞന്മാർ, വിശിഷ്യ സമുദ്ര ജന്തുശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. തിമിംഗലങ്ങളാകട്ടെ 69 ജാതി ഉണ്ടെന്നാണ്. 69 ജാതി ഇന്ന് അവരെ കണ്ടെത്തി, അത് അനുസരിച്ചാണ് പറയുന്നത്. അതിൽ പല വലിപ്പമുള്ളുണ്ട്. മാക്സിമം വലിപ്പമുള്ളത് നീലത്തിമിംഗലമാണ്. നീലത്തിമിംഗലത്തിന് 100 അടി, 105, 10, 115, 120 അടി വരെ നീളമുണ്ടാവും. നൂറ്റി 120 അടി പറഞ്ഞാൽ നിങ്ങൾ ദാറുൽ ഹുദായുടെ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന അറബി കോളേജിൻ്റെ ഒരു പിന്നെ എത്ര റൂമാണ്? 20 സാധാരണഗതിയിൽ റൂമുണ്ട്. അപ്പോൾ ഒരു ക്ലാസ് റൂം 20 അടി, 40 അടി, 60 അടി, 80 അടി, 100 അടി, 120 അടി, 6 റൂമിൻ്റെ നീളം. കേവലം നീളമല്ല, അതിൻ്റെ റൂമിൻ്റെ ഉള്ളും അങ്ങനെ തന്നെ ആയിരിക്കും. മദ്രാസിലെ സൂ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കടക്കുന്നിടത്ത് തിമിംഗലത്തിൻ്റെ 2 താടിയെല്ലുകൾ ഇങ്ങനെ കുത്തനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടെന്ന് പരിഷ്കരിച്ച് മാറ്റിയില്ല എന്നറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് കിടക്കുക. ഒരു മനുഷ്യനേക്കാൾ ഉയരേണ്ടത് ഇത് താടിയല്ല്. പിന്നെ കൂടുതൽ വിശദീകരണം ഇപ്പോൾ തരേണ്ടതില്ലല്ലോ. ആനുഷംഗികമായി അത്രയും നീളമുള്ള ഒരു ജീവിക്ക് എത്ര കനമുണ്ടാവും, കട്ടിയുണ്ടാവും, അതിൻ്റെ ഉള്ളെങ്ങനെ ഉണ്ടാവും, പല്ലെങ്ങനെ ഉണ്ടാവും, താടിയെല്ലാം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അനുമാനിക്കാൻ കഴിയുന്നതാണ്. അവൻ യൂനുസ് നബി അലൈഹി സ്വലാമിനെ വിഴുങ്ങിയത് മത്സ്യമല്ല. മത്സ്യം എന്ന അർത്ഥമുണ്ട്, തിമിംഗലം എന്ന അർത്ഥവുമുണ്ട്. രണ്ടാമത്തെ അർത്ഥം പ്രയോഗിക്കാൻ പലരും മറന്നുപോയി എന്നുള്ളതാണ് സംഭവിച്ചത്. ഇനി മൂന്നാമതൊരർത്ഥവുമുണ്ട് എഴുത്തിന്. മീനമാസ്തന ഹൂത്ത് എന്നാണ് പറയുക. മീനം, ചിങ്ങം മീനും ഇടവം കർക്കിടകമൊക്കെ ഉണ്ടല്ലോ. ഈ 3 അർത്ഥമുണ്ട്. നമ്മൾ പ്രയോഗിക്കുന്ന സ്ഥലത്തേക്ക് ഫിറ്റായത് അർത്ഥം ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് പറയണം. നസിയാഹൂത്തഹുമ മൂസാ നബിയും യൂഷ നബിയും പിന്നെ അവർ തിമിംഗലം മറന്നു വെച്ചു എന്ന് അർത്ഥം പറയാൻ പാടില്ല. വിമാനത്തിനെ കൊണ്ടുനടക്കാൻ കഴിയില്ല.
അപ്പോൾ ഒരു മത്സ്യം വേവിച്ച് അല്ലെങ്കിൽ പിന്നെ ചുട്ട് പാകമാക്കി അവർ കൊണ്ടുപോയത് ഭക്ഷണമാക്കാൻ വേണ്ടി പണ്ട് അങ്ങനെ തന്നെയാണ്. ഹോട്ടലും സത്രവും ചായപ്പീടിയൊന്നും എവിടെ ഇല്ലല്ലോ, കയ്യിൽ എന്തെങ്കിലും കരുതും. അപ്പോൾ ഹൂത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അഥവാ ഓരോ സ്ഥലത്തേക്കും ഫിറ്റായ അർത്ഥം പറയുന്നതിൽ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ട ആളുകളാണ് മീൻ വിഴുങ്ങിയത്. മീനല്ല വിഴുങ്ങിക്കുന്നത്. സംഭവം ഞാൻ വിശദീകരിക്കണില്ല. അല്ലാഹു തആല തിമിംഗലത്തിന് നേരത്തെ ഇൽഹാമ നൽകി. അങ്ങനെ ഒരു ഇര നിനക്ക് വരാൻ പോകുന്നുണ്ട്, അത് നിനക്ക് ഭക്ഷണമാക്കാൻ പറ്റൂല. അതിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് റെസിഡൻഷ്യൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അത് തൻ്റെ ഫലത്തിൽ തടവറയായി അള്ളാഹു പരിണമിപ്പിച്ചു. യൂനുസ് നബി അവിടെ വെച്ച് നിസ്കരിച്ചിരുന്നു. നമുക്ക് ഹദീസുകളുണ്ട്. എങ്ങനെ നിസ്കരിക്കുക? ആ യൂനുസ് നബിൻ്റെ തോളിൽ കയറി നിൽക്കാണ്ടും കൂടി ഒരാൾ കൂടി നിസ്കരിക്കാം. അതിനകത്ത് അവിടെ സ്പേസ് ഉണ്ടെന്ന് അർത്ഥം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു പരിസരബോധം ഇല്ലാതെ ഖുർആൻ അർത്ഥം പറയരുത്, മനസ്സിലാക്കരുത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അതിൻ്റെ അർത്ഥം എന്താ? ആനക്കാരെ കൊണ്ട് അതെന്താ ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? ആനക്കാരെന്നാണ് ലഫ്ള് പ്രയോഗിച്ചത്. പക്ഷെ ആനക്കലഹക്കാരെന്ന് പറഞ്ഞു. ആനക്കാർ പറഞ്ഞ സംശയം ആർക്കും ഉണ്ടാവും. സംശയം ഏതാ ഈ ആനക്കാർ? തൃശ്ശൂർ പൂരത്തിന് വന്ന ആനക്കാരാണോ, അതോ കോട്ടക്കപ്പൂരത്തിന് വന്ന ആനക്കാരാണോ, അതോ വയനാട്ടിലെ ചില മുതലാളിമാർക്കൊക്കെ പിന്നെ കൂടുതൽ ആനകളുള്ള ആൾക്കാരുണ്ടാവും, അങ്ങനത്തെ ആരെങ്കിലും ആണോ ആനക്കാർ എന്ന് പറഞ്ഞാൽ? അങ്ങനത്തെ ഒരു ആനക്കാരുമല്ല, ആനക്കലഹക്കാരാണ്. അതേപോലെ അസ്ഫിൻ മഅ്കൂൽ എന്ന് പറഞ്ഞാൽ ഭുജിക്കപ്പെട്ട വൈക്കോൽ പോലെയാക്കിയത്. ഭുജിക്കപ്പെട്ട വൈക്കോൽ എങ്ങനെ? അത് പശു പിന്നെ കാള എരുമ പോത്തൊക്കെ തിന്ന് ഇറക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ നമുക്കറിയില്ല. അത് കേവലം മഅ്കൂൽ എന്നല്ല ഉദ്ദേശിക്കുന്നത്, ചവച്ചരക്കപ്പെട്ട വൈക്കോൽ പോലെ ആക്കി. ചവച്ചിട്ട് ഇറക്കിയിട്ടില്ല. അപ്പോൾ ചവച്ചരക്കുന്നതിന് മുമ്പ് അതിങ്ങനെ നീണ്ട ചെറിയ ചെറിയ കോലുകളായിരുന്നു വൈക്കോൽ. ഉദാഹരണം, ആ കോലം മാറിയിട്ട് അത് ചവച്ചരക്കപ്പെട്ട വൈക്കോൽ പോലെയാക്കി അബ്രഹത്തിനെയും അനുയായികളെ. ചുരുക്കം, അതായത് സാഹചര്യങ്ങൾ സന്ദർഭങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പദങ്ങളുടെ അർത്ഥം പറയേണ്ടതും സംഭവങ്ങൾ ആവിഷ്കരിക്കേണ്ടതും നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടതും എല്ലാം അങ്ങനെയാണ്. ഇപ്പം ആകാശത്ത് നിന്ന് വെള്ളമിറക്കി മഴ പെയ്യുന്നു എന്ന് സങ്കല്പിച്ച് നോക്കുക. ഈ മഴയുടെ വസ്തുതയെപ്പറ്റി അറിയുന്ന ഒരു ഭൗതിക വിദ്യാഭ്യാസമുള്ള ഒരാളത് വായിച്ചാൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ, പ്രതികരണം? ഇത് 1500 കൊല്ലം മുമ്പ് ഇറങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. മാനത്തു നിന്നല്ലല്ലോ മഴ ചെയ്യൽ എന്നല്ലേ അയാൾ ആലോചിക്കുക. ഉദാഹരണം, അപ്പോൾ 1500 കൊല്ലമായത് അവതീർണമായിട്ട് ധാരാളം തഫ്സീറുകളിലുണ്ട്. അറബിയിലുണ്ട്, മലയാളത്തിലുണ്ട്, മറ്റേലുണ്ട്, മറിച്ചിലുണ്ട്, ഒക്കെ ശരി. അവധാനത വേണം. ഇതിവിടെ പറയേണ്ട മാന തന്നെയാണോ? അള്ളാഹു ഉദ്ദേശിച്ച ആശയം ഏറെക്കുറെ ഇത് തന്നെയാണോ? അള്ളാഹു ഉദ്ദേശിച്ച മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് സമയം പരിധി വിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടെ സമർപ്പിക്കപ്പെടുന്ന പ്രഭാഷണങ്ങൾ, വിഷയങ്ങൾ അല്ലെങ്കിൽ സംസാരങ്ങൾ ഒക്കെ പരമാവധി ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി
എന്തെങ്കിലും സംശയങ്ങൾ തീർക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ശേഷം അതിൻ്റെ ഇസ്തിദ്റാക്കാത്തിന് മുദാഖലാത്തിന് സന്ദർഭം ഉണ്ടാകും. ആ സന്ദർഭത്തിൽ സംശയങ്ങളൊക്കെ തീർത്ത് നിങ്ങൾ അഹ്ലുൽ ഖുർആനാണ് എന്നത് കൂടുതൽ സാർത്ഥകമാക്കാൻ, അർത്ഥസമ്പുഷ്ടമാക്കാനുള്ള ശ്രമമായി ഇത് മനസ്സിലാക്കി. എല്ലാ ഹാഫിദ്യങ്ങളും ഞാൻ പ്രാഥമികമായി പറയാനുള്ളത്, പഠിച്ചു കഴിഞ്ഞ സ്ഥിതി നിങ്ങൾ മറന്നു പോകരുതാണ്. പഠിക്കൽ നിർബന്ധമില്ല. ഞാൻ മരിച്ചാൽ എന്നോട് മുൻകറിനെങ്കിൽ ചോദിക്കൂല, നീ എന്തുകൊണ്ട് വലിയ മൊയ്ലിയാന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ മനഃപ്പാടമാക്കിയില്ല ചോദിക്കൂല. എന്നാൽ മനഃപ്പാടമാക്കിയ ഒരാൾ മറന്നാൽ അത് ചോദിക്കും. എന്താ വ്യത്യാസം? മനഃപ്പാടമാക്കൽ നിർബന്ധമല്ല, ഞാൻ സ്വയം ഏറ്റെടുത്തതാണ് ഉത്തരവാദിത്വം. നിർബന്ധമൊന്നും അല്ലെങ്കിൽ ഞാൻ മനഃപ്പാടമാക്കിക്കോളാം പഠിച്ചോനെ, അല്ലെങ്കിൽ ഞാൻ മനഃപ്പാടമാക്കിക്കോളാം ഉസ്താദ് എന്ന് അവൻ ഏറ്റെടുത്ത് അതിനെ പരിഗണന നൽകി. അങ്ങനെ പരിഗണന നൽകി പഠിച്ച സ്ഥിതിക്ക് പിന്നെ മറക്കാൻ പാടില്ല, അത് അവഗണനയാണ്. ഖുർആൻ പഠിക്കാത്ത ഒരാളെ പറ്റി അങ്ങനെ അവഗണിച്ചു എന്ന് പറയാൻ പറ്റില്ല, കാരണം നിർബന്ധമല്ലാത്തതുകൊണ്ടോ പഠിച്ചിട്ടില്ല എന്നുള്ളത്. നിങ്ങളോ അത് സ്വയം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മനഃപ്പാടമാക്കി പിന്നെ അത് മറക്കുക എന്ന് പറഞ്ഞാൽ അവഗണിക്കലാണ്. അവഗണനയുടെ ലക്ഷണമാണ് മറക്കൽ. അവിടെ വളരെ ഗൗരവത്തിൽ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കും. ചെറിയൊരു മുസാഫ് കയ്യിൽ വെക്കുക. റെയിൽവേ സ്റ്റേഷനിലോ വിമാനത്താവളത്തിലോ ബസ് സ്റ്റോപ്പിലോ ചായപ്പൊടിയിലോ വലിയ ഹോട്ടലിൽ നാസ്ത വയ്ക്കാൻ കയറിയാൽ ഒരു 25-35 മിനിറ്റ് അവിടെ വെറുതെ ഇരിക്കണം. ആ സമയങ്ങൾ മുസാഫിടുത്ത് മസ്ഊലാണ്. ഉദാഹരണം, അത് അനുക്രമമായി തന്നെ ഓതണം. അൽ-ബഖറ ആദ്യം മുതൽ അവസാനം വരെ, ആലു ഇംറാൻ ആദ്യം മുതൽ അവസാനം വരെ, അങ്ങനെ ഖുർആൻ 114 സൂറത്തും കൃത്യമായി ക്രമീകൃതമായ രീതിയിൽ അനുക്രമമായി ഓതി നിങ്ങളുടെ ഹിഫ്ള് നിലനിർത്താൻ ശ്രമിക്കണം. സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു തആല ഖുർആനിലും ഇസ്ലാമിലും ശരീഅത്തിലുമൊക്കെയുള്ള അറിവുകൾ അവൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വർദ്ധിപ്പിച്ച് അതിൻ്റെ നൈരന്തര്യം നിലനിർത്താനുള്ള സാഹചര്യങ്ങൾ കൂടി അള്ളാഹു തആല സൃഷ്ടിച്ചു തരട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.